അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര കുറ്റിപ്പുറത്തുള്ള മീനും ചോറിലോട്ടാണ്. നേരെ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ. അവിടെയാണെങ്കിൽ ഒന്നും പറയണ്ട, അന്നത്തേനേക്കാളും കൂടുതൽ തിരക്ക്. പോയതാണെങ്കിൽ ഒരു ഞായറാഴ്ചയായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം വായി നോക്കി അങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു ചേട്ടൻ മണിയടിക്കണുണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടെ മണിയടിക്കണം എന്നാണ് നിയമം. അത് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ചേച്ചിമാരൊക്കെ മീനും അതുപോലെ ഇളക്കലും പിടിക്കലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാനങ്ങനെ കുറേ വീഡിയോ എടുത്തിരുന്നു. അങ്ങനെ നടന്നു. കുറേ മണവും പിന്നെ കുറേ ചോറ് വിളമ്പണതും മാങ്ങക്കറി എല്ലാതും കുറേ വീഡിയോ എടുത്തു. നമുക്കാണെങ്കിൽ കഴിക്കാനും പറ്റിയില്ല. അതൊക്കെ ഒന്ന് നിങ്ങൾ കാണാം. അതൊക്കെ നോക്കി നിന്ന് ഞാൻ മെല്ലെ പുറത്തിറങ്ങി. അവിടെയാണെങ്കിൽ പാർക്കിങ്ങും ബഹളവും എല്ലാത്തൊരു ആംബിയൻസ് തന്നെ ആയിരുന്നു. അതിനിടെ കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ അങ്ങനെ കറികളൊക്കെ വന്ന് വിളമ്പൽ തുടങ്ങി. നല്ല വൃത്തിക്ക് നല്ല നീറ്റായിട്ടാണ് കേട്ടോ അവർ സെർവ് ചെയ്യണത്. സ്റ്റാഫുകളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റാഫുകളാണ്. കറിയൊക്കെ ഓരോന്ന് വിളമ്പി ഓരോന്നായിട്ട് ഇതാക്കി. പപ്പടം ഉണ്ടായിരുന്നു, അവിയൽ, നാരങ്ങച്ചാറ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് അപ്പുറമുള്ളവർക്ക് ഇപ്പോൾ ചോറ് വന്നു. കൂട്ടത്തിൽ എനിക്കും ചോറ് വന്നു. ഞാൻ കുറച്ച് ചോറ് എടുത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ കറികളൊക്കെ വന്നു. 4 ഐറ്റം കറിയുണ്ട്, സാമ്പാറുണ്ട്, മാങ്ങക്കറിയുണ്ട്, മീൻചാറുണ്ട്. എൻ്റെ ഒപ്പം ഉള്ളവനാണെങ്കിൽ എല്ലാ കറിയും വാങ്ങി. ഞാൻ മീൻ കറി മാത്രമേ കൂട്ടിയുള്ളൂ. അപ്പോഴത്തേക്കിനും മീനൊക്കെ ആഗോലിയാണ് വന്നത്. അപ്പം നല്ല വലിയ പീസ് തന്നെയാണ്. കാണുമ്പോൾ തന്നെ കൊതിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ മേടിച്ചത് മാന്തളാണ്. മാന്തൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു കയ്യിൻ്റെ എന്തോരം വലിപ്പമുണ്ട് മാന്തൾ. ഒരു കഷ്ണം എനിക്കും തന്നു, ഒരു കഷ്ണം അവന് കൊടുത്തു. ഞാൻ മാന്തളൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി നോക്കണേ. നല്ല സോഫ്റ്റ് മീറ്റ് എന്നൊക്കെ പറഞ്ഞാലും പറ, അത്രയും സോഫ്റ്റ് മീറ്റ്. പിന്നെ ഞാൻ കുറച്ച് ചോറും മാന്തളും എല്ലാ കറികളൊക്കെ എടുത്തിട്ട് ഒരു ചിരി എടുത്ത് ഞാൻ ടേസ്റ്റ് നോക്കി. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ബില്ലെത്തിയിട്ടാ. ഞങ്ങൾ 2 പേർക്ക് വന്നത് 700 രൂപയാണ്. പിന്നെ അവിടുന്ന് നേരെ മടക്കയാത്ര. ഒരു മോരും വെള്ളം ഒരു സർവത്തൊക്കെ കുടിച്ച് ഞങ്ങൾ 2 ആളും നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്.